രണ്ട് തല്ല് കിട്ടിയപ്പോൾ ഓക്കെ ആയി. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തൂലികാ സൗഹൃദത്തിൽ താല്പര്യമുണ്ടെന്ന് കാണിച്ച് നീളമുള്ളൊരു ലോങ് കവറിൽ എഴുതിയിരുന്നില്ലേ? അവന്മാര് പറഞ്ഞിരുന്നു. പക്ഷേ ശ്രേയല്ല, പി ശ്രേയ. ശ്രേയ എന്നത് എന്റെ തൂലിക നാമമാണ്. മൈ ഫുൾ നെയിം ഈസ് പി ശ്രേയംസ് കുമാർ MMLPS. MMLPS വല്ല ഡിഗ്രിയാ? അല്ല, മൂത്തകുന്നം മഹാത്മാ LPSലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിങ്ങക്ക് ആളെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് നീയായിട്ട് നല്ല മുഖച്ചായുണ്ട്. നിന്റെ ചേട്ടനായിരിക്കും അല്ലേ? ഒരൊറ്റ കേട്ടു വെച്ചാണ്ടല്ലോ. ഞാൻ അന്നേ പറഞ്ഞത് ആ ഉടായിപ്പായിരിക്കും കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ അനുഭവിക്കേണ്ടി വന്ന ഞാനല്ലേ? നീയൊക്കെ കൂടെ തൂലികാ സൗഹൃദത്തിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞൊരു ചരക്കിന് കത്തെഴുതിയില്ലേ? ആ ചരക്കാണ് ഈ നിൽക്കുന്ന ചരക്ക്. അപ്പൊ അതാണ് കാര്യം. എന്റെ തൂലികാ നാമം കേട്ട് പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചാ നീയൊക്കെ കൂടി എനിക്ക് കത്തെഴുതിയത്. സാരമില്ല, വന്നൊരു പെണ്ണായിരുന്നെങ്കിൽ നീയൊക്കെ എങ്ങനെ പെരുമാറുന്നുവോ ആ രീതിയിൽ എന്നോട് പെരുമാറിക്കോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. അല്ലെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഈസ് എ ബേസിക് ഫ്ലോർ ഓഫ് ദി ഫ്രണ്ട്ഷിപ്പ് എന്നാണല്ലോ രാഘവ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എന്റെ അച്ഛൻ, മൈ ഗ്രാൻഡ് ഫാദർ. എനിവേ, ബാത്റൂം മനസ്സിലായില്ലേ? ബാത്റൂമിലേക്കുള്ള വഴി ആദ്യം എന്റെ ഉള്ളിൽ ഭാരം ഒന്ന് ഇറക്കി വെക്കട്ടെ, എന്നിട്ട് അവൻ ചർച്ച ചെയ്യാൻ പറ്റും. ആ കോറിഡോർ കൂടെ സ്റ്റേറ്റ് വിട്ടോ. ഓഹോ, ചേട്ടന്മാര് വല്ലതും അറിഞ്ഞായിരുന്നോ? ഇയർ എൻഡിങ് ഫംഗ്ഷന്റെ ഡേറ്റ് തീരുമാനിച്ചു. അടുത്ത ശനിയാഴ്ച. ഇങ്ങനെ വട്ടം കൂടി ആലോചിച്ച് സമയം കളയാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നോക്കോ. കേട്ടല്ലോ, ശനിയാഴ്ച ഫംഗ്ഷൻ, ഇന്ന് തിങ്കളാഴ്ച. അപ്പൊ ഇനി ഫംഗ്ഷന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. അതിനിടയ്ക്ക് ഈ തൂലികാ ചരക്ക് കൂടെ ഉണ്ടെങ്കിൽ കുരുക്കൊന്നുകൂടെ മുറുകത്തേ ഉള്ളൂ. ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. തമാശക്കാരനാണല്ലോ. ആണല്ലേ? താങ്ക് യു. വിനയേട്ടന്റെ കൂട്ടുകാരനല്ലേ? വെറും കൂട്ടുകാരൻ മാത്രമല്ല, അവന്റെ എല്ലാം ഞാൻ തന്നെയാണ്. ഓ അതെയോ? നാട്ടിലെവിടെ വീടെന്ന് പറഞ്ഞേ? അതിന് ഞാൻ നാട് പറഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷെ വിനയേട്ടൻ പറഞ്ഞിരുന്നു. എവിടെയാ വീട്? അത് അംബേദ്കർ വായനശാല തൊട്ട് വടക്കുവശം. അംബേദ്കർ വായനശാലയോ? അതെവിടെയാ? രാമൻകുളങ്ങര അമ്പലത്തിന് തൊട്ട് പടിഞ്ഞാറ് വശത്ത്. മനസ്സിലായില്ല? മറ്റത്തിൽ ഭാഗം UP സ്കൂളിന്റെ കിഴക്ക് വശത്ത്. അതിരിക്കട്ടെ, ഇതൊക്കെ ചോദിക്കാൻ കൊച്ചവന്റെ ആരാ? അത് പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ വിനയേട്ടന്റെ എല്ലാം തന്നെയാ ഞാനും. ആയിട്ടില്ല, പക്ഷെ ഉടനെ ആകും. മനസ്സിലായി കൊച്ചക്കള്ളി. അല്ല, ചേട്ടൻ സ്ഥലം പറഞ്ഞില്ല. താനവിടെ വർത്താനം പറഞ്ഞോണ്ട് വന്നേ. പിന്നെ എന്നാലും കുറച്ച് പൈസ എന്ന് എന്നെ പറഞ്ഞുവിടാ. ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഇത്ര വില ഉള്ള? ഇത് എത്രയുണ്ട്? 1000 ഉണ്ട്.
1000 ഇങ്ങട് 1000 രൂപ ഇവിടെ തിരുവനന്തപുരം വരെ ഞാൻ നടന്നു പോകും. ടാക്സി ചാർജാ. സന്തോഷം. ഇനി ആർക്കെങ്കിലും തൂലിക സൗകര്യം താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് കൊടുത്താൽ മതി. ആ സ്റ്റോപ്പ്. എന്താ ഒരു ലിഫ്റ്റ് എന്ന വലിയ ഉപകാരമായി. അപ്പൊ മക്കളെ, എല്ലാം പറഞ്ഞ പോലെ ചേട്ടന് സമയം കിട്ടുമ്പോ ഇതുപോലെ ഓസ് പറ്റി ഇങ്ങോട്ട് ഒത്തു കിട്ടിയാ നമുക്ക് കാണാം. ആ വണ്ടി പോട്ടെ. തെക്കോട്ട് നിങ്ങൾ എവിടം വരെ ഉണ്ട്? എന്താ അല്ല, എനിക്ക് പോകേണ്ടത് തിരുവനന്തപുരം വരെയാണ്. അയ്യോ, തിരുവനന്തപുരത്തോ? തിരുവനന്തപുരത്തൊക്കെ നല്ല പരിചയമായിരിക്കുമല്ലോ. ആണോന്നോ? അവിടെ അറിയാത്ത സ്ഥലമില്ല, പരിചയമില്ലാത്ത കുടുംബക്കാരുമില്ല. അവിടെ നിങ്ങളുടെ പരിചയത്തിൽ കൊള്ളാവുന്ന നസ്രാണി പയ്യന്മാരാരെങ്കിലും ഉണ്ടോ? വേറൊന്നുമല്ല, ഒരു മലങ്കോൾ ഒത്തു വന്നിട്ടുണ്ട്. കോട്ടയത്തെ ഒരു വലിയ തറവാട്ടിലെ സുന്ദരി പെൺകുട്ടിക്ക് ഒരു പയ്യനെ കണ്ടുപിടിക്കണം. അവർക്കാണെങ്കിൽ പയ്യൻ തലസ്ഥാന നഗരിയിലുള്ളവനാണെങ്കിൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. എനിക്കാണെങ്കിൽ തലസ്ഥാനമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ചോദിച്ചതാ. പയ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഞാനങ്ങനെ സെലക്ട് ചെയ്യും. അതെന്നാ? ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഫോട്ടോ കണ്ടാ മതിയോ? ധാരാളം. അല്ല, അവർക്ക് അത്ര വലിയ ധൃതിയൊന്നുമില്ല. എന്നാലും ഞാൻ എന്റെ പണി തുടങ്ങി വെക്കുന്നു എന്ന് മാത്രം. ഇത് നമ്മുടെ എല്ലാമല്ലേ? അതല്ല പപ്പ, എനിക്ക് എന്തായാലും ഉടനെ ഒരു കല്യാണം വേണ്ട. അല്ലല്ലോ, ഞാൻ അറിയാതാണോ എനിക്ക് വേണ്ടി ചെറുക്കൻ ആലോചിക്കുന്നത്? അതുപോലെ ഞാനങ്ങനെ തീരുമാനം എടുത്ത് പറഞ്ഞൊന്നുമല്ല. 2 ദിവസം മുമ്പ് നമ്മുടെ കമ്പനിയിൽ ആ ബ്രോക്കർ കുഞ്ഞനന്തം വന്നപ്പോൾ വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞു. നല്ല പയ്യന്മാരും ഇല്ലോണ്ടെന്ന് നോക്കി വെക്കുന്നത് തെറ്റില്ലല്ലോ. എന്നിട്ട് മോടെ തീരുമാനം ചോദിച്ചറിയാന്ന് വിചാരിച്ചു. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ തന്നെ ഇവൾക്കെതിരെ ഇല്ലാത്തത് പറയാ. അതാര് എന്നാത്തിനാ ചെയ്തതെന്ന് അറിയണ്ടേ? ഇവൾ ആരോടേലും എന്നതേലും വാശിപ്പുറത്ത് വായി തോന്നിയത് വിളിച്ചു കൂവിയിട്ടുണ്ടാവും. അല്ല, സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ. പോരാത്തിനും ഒക്കെ എത്തിനും പപ്പാടെ ഇളയപ്പന്മാരുടെ സപ്പോർട്ടും. അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇത് അത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. ഇതാരാ ചെയ്തെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീനിൽ ജോലിക്കാണെന്നും പറഞ്ഞ ഒരു പുതിയ കക്ഷി വന്നിട്ടുണ്ട്. അവനോട് ചെറുതായിട്ട് എനിക്കൊന്ന് ഉടക്കേണ്ടി വന്നു. ചിലപ്പോ അതിന്റെ കേട് തീർക്കാൻ അവനായിരിക്കും ഈ പണി ചെയ്തത്. എന്താ അവന്റെ പേര്? എന്താ? എന്തു പറ്റി? ആരെങ്കിലും ചത്തോ? ചത്തില്ല, ഉടനെ ചാവും. വിനയനെവിടെ? ആ, ഞാനും കണ്ടില്ല. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ വന്നപ്പോ കഥ തുറന്നെടുപ്പുണ്ടായിരുന്നു. എടോ, താൻ പോയില്ലേ? ഓ, ഒന്നും പറയണ്ട. കേറിയ വണ്ടിക്കാരി ഇടക്കൊച്ച് നിർത്തി തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോന്നു. കൂട്ടത്തിൽ ഞാനും. ഇവിടെ എത്തിയപ്പോ ഞാനിങ്ങ് ഇറങ്ങി. ഇനി അവന്മാരുടെ ഇഷ്ടത്തിന് എത്ര വേണം തെക്കോട്ടോ വടക്കോട്ടോ വണ്ടി ഓടിച്ച് കളിക്കട്ടെ. വെറുതെ ഞാനെന്തിനു ബുദ്ധിമുട്ടേ? ആ, എന്തായാലും താൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. വിനയനെ തിരക്ക് ചിലപ്പോ 3-4 പേര് വരും. അവനിവിടെ ഇല്ലേലും താനൊന്നും അവരെ ഡീൽ ചെയ്തേക്കാം. അതൊന്നും പറ്റില്ല. അയ്യോ, വേറൊന്നും അല്ല, കുറച്ച് പണം തരാനാ വരുന്നത്. അതൊന്ന് വാങ്ങിച്ചു വെച്ചേക്കണം. ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ വാങ്ങിച്ചു വെച്ചോളാം. സൂക്ഷിച്ചു പോണേ. ഒരുത്തിന് പണി കൊടുത്തപ്പോ എന്തൊരു ആശ്വാസം. വാടാ വാടാ. ഈ വിനയൻ ഞാൻ തന്നെയാ. തരാനുള്ളത് എന്താണെന്ന് വെച്ച് തന്നോളൂ. അടിച്ച് കൈയും കാലം കൊടുക്കണേ ഈ നായിന്റെ മോനെ. അയ്യോ